നമസ്കാരം. രാവണന് ലഭിച്ച ശാപങ്ങൾ ഏതെല്ലാമാണെന്ന് നമുക്ക് പരിശോധിക്കാം. ആദ്യമായി ബ്രഹ്മാവിന്റെ മാനസപുത്രിയായ പുഞ്ചകസ്ഥലയെ ബലാത്കാരം ചെയ്തപ്പോൾ ഇനിയൊരു സ്ത്രീയെ ബലാത്കാരം ചെയ്താൽ ഓരോ ശിരസും 10 പൊട്ടിത്തെറിക്കുമെന്നുള്ള ശാപം ലഭിച്ചു. രണ്ടാമതായി ഇക്ഷ്വാകു വംശത്തിലെ ഒരു രാജാവായിരുന്നു അനാരണ്യൻ. ശിവനിൽ നിന്ന് ചന്ദ്രഹാസവും സമ്പാദിച്ച് ചൈത്യയാത്ര നടത്തുന്നതിനിടയിൽ രാവണൻ അനാരണ്യന്റെ രാജ്യത്തുമെത്തി. പരമസാത്വികനായ അനാരണ്യൻ രാവണനെ എതിർത്തില്ലെന്ന് മാത്രമല്ല അഭയവും ചോദിച്ചു. പക്ഷേ മനുഷ്യനാണെന്ന ഒറ്റ കാരണത്താൽ അനാരണ്യനെ നെഞ്ചിൽ ഇടിച്ചു കൊന്നു. മരിക്കാൻ നേരത്ത് അനാരണ്യൻ, നിരപരാധിയായ എന്നെ കൊന്ന നീ എന്റെ വംശത്തിൽ പിറക്കുന്ന ഒരാളിന്റെ അസ്ത്രമേറ്റ് മരിക്കും എന്ന് ശപിച്ചു. മൂന്നാമതായി കുതധ്വജൻ എന്ന മുനിയുടെ ഏകപുത്രിയായ വേദവതി വിഷ്ണുവിനെ ഭർത്താവായി കിട്ടാൻ തപസ് ചെയ്തിരുന്നു. രാവണൻ കുജധ്വജനെ വധിച്ച് വേദവതിയെ ബലാത്കാരം ചെയ്യാൻ ശ്രമിച്ചു. നിന്നെയും നിന്റെ വംശത്തെയും ഞാൻ കാരണം നാരായണസ്വാമി നശിപ്പിക്കും എന്ന് വേദവതി ശപിച്ചു. പിന്നീട് ആ വേദവതി സീതയായി പുനർജനിച്ചു. നാലാമതായി ഒരിക്കൽ കൈലാസത്തിലെത്തിയ രാവണനെ നന്ദികേശൻ ശിവനെ ഇപ്പോൾ കാണാൻ പറ്റില്ലെന്ന് പറഞ്ഞ് തടഞ്ഞു. രാവണൻ നന്ദികേശനെ കുരങ്ങൻ എന്ന് വിളിച്ച് പരിഹസിച്ചു. നീയും നിന്റെ വംശവും കുരങ്ങന്മാരാൽ നശിക്കും എന്ന് നന്ദി ശപിച്ചു. അഞ്ചാമതായി രാവണന്റെ ജ്യേഷ്ഠൻ കുബേരന്റെ മകൻ നളകൂബരന്റെ ഭാര്യയാണ് അപ്സരസായ രംഭ. ഒരിക്കൽ ഗന്ധർവലോകം ആക്രമിക്കാനെത്തിയ രാവണൻ രംഭയെ ബലാത്കാരം ചെയ്യാൻ ശ്രമിച്ചു. ഞാൻ നിങ്ങളുടെ പുത്രവധുവാണ് എന്ന് പറഞ്ഞിട്ടും രാവണൻ വിട്ടില്ല. രംഭ നളകൂബരനോട് പരാതിപ്പെട്ടു. ഏതെങ്കിലും സ്ത്രീയെ അവളുടെ അനുവാദം കൂടാതെ പ്രാപിക്കാൻ ശ്രമിച്ചാൽ നിന്റെ 10 തലയും 7 പൊട്ടിത്തെറിച്ച് നീ മരിക്കും എന്ന് നളകൂബരൻ ശപിച്ചു. ആറാമതായി ഒരിക്കൽ അഗ്നിയുടെ ഭാര്യ സ്വാഹാദേവിയെ അഗ്നിയുടെ മുൻപിൽ വെച്ച് രാവണൻ മാനഭംഗപ്പെടുത്താൻ ശ്രമിച്ചു. നിന്റെ ഭാര്യയെ നിന്റെ മുന്നിൽ വെച്ച് മാനഭംഗപ്പെടുത്താൻ ശ്രമിക്കുന്നത് നീ കാണും എന്നായിരുന്നു അഗ്നിയുടെ ശാപം. ഏഴാമതായി ദേവഗുരുവായ ബൃഹസ്പതിയുടെ പുത്രി സുലേഖാദേവിയും രാവണൻ മൂലം മാനഹാനി അനുഭവിച്ചു. കാമബാണമേറ്റ് മതിക്കുന്ന നീ രാമബാണമേറ്റ് മരിക്കും എന്ന് ബൃഹസ്പതി ശപിച്ചു. ഇവയാണ് രാവണന് ലഭിച്ച ശാപങ്ങൾ. നന്ദി.